ശരിക്കും എല്ലാവരെയും വെല്ലുവിളിച്ച് കോളേജിൽ അഡ്മിഷൻ നേടി കോളേജ് ലൈഫ് മുന്നോട്ട് പോയി. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കി. പിന്നീട് എന്താണ് സംഭവിച്ചത്? 81 ഇവിടെ എത്തിങ്ങാന ഭാഗത്ത് കറണ്ടില്ല. ഈ കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കമ്മിറ്റി മെമ്പറാണ് സെലിബേജിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ശ്രമം നടത്തിയിട്ടാണ് അവിടെ കറണ്ട് കിട്ടിയിട്ടുള്ളത്. അന്നത്തെ മന്ത്രി ആര്യാടനും മറ്റെല്ലാവരും അതിന് ബന്ധപ്പെട്ടുകൊണ്ട് കറണ്ട് കിട്ടാൻ വേണ്ടി ശ്രമം നടത്തിയത് സെലിബേജിയാണ്. അന്ന് ഈ സെലിബേജ് കറണ്ട് നടത്തുന്ന അപ്പോൾ അന്നൊരു പണി ഉണ്ടായത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് പൈസ ഒന്നുമില്ല, സാമ്പത്തികം അല്ലാത്തതുകൊണ്ട് കുഴി കുത്തി കൊടുക്കേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇവിടുന്ന് ലോലുവാക്കാൻ്റെ നേതൃത്വത്തിൽ, പടുകൊണ്ട് ലോലുവാക്കാൻ്റെ നേതൃത്വത്തിൽ പിന്നെ ആൾക്കാർ വന്നിട്ട് പോത്തേളം ചെയ്താലിയാക്ക ലോലുവാക്ക അദ്ദുപ്പാജി, പടുകൊണ്ടിൽ അദ്ദുപ്പാജി ഇവരുടെ നേതൃത്വത്തിലാണ് അന്ന് കറണ്ടിന് കുഴി കുത്തിയത്. അദ്ദുപ്പാജി ഇപ്പോഴും പറയും എന്താ പടുന്ന അമീദിൻ്റെ അവിടെ തുറക്കണ അമീദിൻ്റെ അവിടെയുള്ള കുഴി അദ്ദുപ്പാ കുത്തിയാണ്. അത് 1981 ഏപ്രിൽ 6-ാം തീയതിയാണ് ഉദ്ഘാടനം. അന്ന് മന്ത്രിനെ കിട്ടണം. അങ്ങനെ 1981 PM അബൂബക്കർ ഏപ്രിൽ 6-ാം തീയതി ഈ കറണ്ട് ഉദ്ഘാടനത്തിന് ഇവിടെ വന്നു, എത്തിങ്ങാനയിൽ വന്നു. അന്ന് വന്നപ്പോൾ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഉമ്മർ പാണ്ടികശാല, അതുപോലെ തന്നെ പിന്നെ മോയിൻകുട്ടി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞ് രാഷ്ട്രീയമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ വെച്ച് സ്വന്തം നാട്ടിൽ ഒരു നല്ലൊരു സംവിധാനത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു അല്ലേ? ഇതിനൊക്കെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടത്തനാട്ടുകരയിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെ വ്യാപാരമാണ് ചെയ്തിട്ടുള്ളത്? വ്യാപാരമായിട്ട് ഞാനിവിടെ ഫസ്റ്റ് പിന്നെ STD ബൂത്ത് കൊടുക്കുന്ന ആൾ ഞാനാണ്. അന്ന് STD ബൂത്ത് ഉണ്ടായിട്ടില്ല. 92 ഞാൻ ഈ നേരത്തെ പറഞ്ഞ പിന്നെ ഇയാളെ ഇതിലേക്ക് പിന്നെ സേട്ടു സാഹിബിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ഡൽഹിയിൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രിക്ക് ഒരു ലെറ്റർ കൊടുത്തു, എന്തെങ്കിലും കൊടുക്കേണ്ടി വെച്ചിട്ട്. അന്ന് ആ ലെറ്ററിൽ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്ത് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് സേട്ടു സാഹിബിൽ ഇപ്പം MP ആണ് സേട്ടു സാഹിബ്. അത് സേട്ടു സാഹിബിൻ്റെ കറോഫിൽ ഇവിടെ പാസ്സായി. അങ്ങനെ എനിക്ക് ഉയരം കിട്ടി. അപ്പം ഞാൻ ഇവിടെ ബൂത്ത് എടത്തനാട്ടുകാരിൽ ആദ്യം STD ബൂത്ത് ഇട്ട ആൾ ഞാനാണ്. ഈ STD ബൂത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ, അത് ഉപയോഗിച്ച ആളുകൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും, ശരിക്കും കിട്ടും. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന സമയങ്ങളിലൊക്കെ അല്ലേ, അത് ഞാൻ വീട്ടിൽ കണക്ഷൻ കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടാറ് രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ്. എന്താ വെച്ചാൽ പുതിയ കല്യാണം കഴിച്ചവരുണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാരും, അതുപോൽക്ക് സംസാരിക്കാൻ ഇവിടെ അന്നത്തെ കാലത്ത് 600 രൂപയ്ക്ക് വരെ സംസാരിച്ച വ്യക്തികളൊക്കെ ഉണ്ട്. ഒറ്റ 600 രൂപ ലേറ്റിംഗ് കാൾ വിളിച്ചിട്ട്, ലേറ്റിംഗ് കാൾ വിളിക്കാൻ 10 ഇരട്ടയാണ് അന്ന്. 1 ഉറുപ്പിയുള്ളടത്തേക്ക് 10 ഉറുപ്പിയാണ്. അപ്പോൾ സ്വന്തം ഭാര്യനെ വിളിക്കാൻ 600 രൂപ ചിലവാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ. ഗൾഫല്ല, ഇവിടെ ചുറ്റും ഗൾഫ് വേറെ. ലേറ്റിംഗ് കാൾ ഇവിടേക്ക് വെക്കുമ്പോൾ ലേറ്റിംഗ് കാളായിരുന്നു. ഇവിടെ ഞങ്ങൾ ലേറ്റിംഗ് കാൾ വിളിച്ചതെന്നറിയോ? പിന്നെ ഞാൻ ഫസ്റ്റ് ലേറ്റിംഗ് കാൾ വിളിച്ചത് പിന്നെ സെലിബാജി പിന്നെ JDT അസനാജിനെ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആരോ ശ്രമിച്ചു. അസനാജിനെ ഓർഫനേജിലേക്ക് കിട്ടണില്ല. അതിൽ എനിക്കൊരു മെസ്സേജ് വന്നു, അർജൻറ്റായിട്ട് അസനാജിനെ കണക്ട് തരണം എന്നാണ്. അങ്ങനെ ലേറ്റിംഗ് കാൾ വിളിച്ചിട്ടാണ്. എന്നിട്ട് ആ അസനാജി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്തിനാ അങ്ങനെ വിളിച്ചു ചോദിച്ചു. അത് സെലിബാജി വിളിച്ചാണ്, ഞാൻ വിളിച്ചതല്ല എന്ന് പറഞ്ഞു. ഞാൻ അസനാജിനെ 82 മുതൽ പരിചയമുള്ള, ഞാൻ എത്തിങ്ങാന ഫീൽഡാണ്. അന്ന് ഞാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് ചായ പാത്രം കൊണ്ടുവരും. ഇപ്പോഴും ഇവിടെ ഇല്ല, അവിടെ ഇല്ല. കോട്ടപ്പള്ളിയിൽ അന്ന് ചായ പാത്രം ഇത് കൊടുത്തു ഞാൻ, ഓട്ടോമാറ്റിക് ഫോട്ടോസ്റ്റാറ്റ്. അന്നൊക്കെ ഈ എടത്തനാട്ടുകാരിൽ ആദ്യം കൊടുന്ന ഞാനാണ്. അതുപോലെ തന്നെ ഞാൻ വേറെ സാമൂഹിക പ്രവർത്തനത്തിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ബോഡി ഫീച്ചർ ഇപ്പോൾ ഇതിലിരിക്കുന്ന പാലിറ്റിയിലുള്ള ബോഡി ഫീച്ചർ നമ്മൾ അന്ന് കൊടുന്ന. അന്ന് ഇത് ഇവിടെ കുളിനെ എന്നെ എതിർത്ത ആൾക്കാരുണ്ട്. കാരണം ശവം അങ്ങനെ എടുത്താക്കാൻ പാടില്ല,
എന്ന് പറഞ്ഞാൽ അത് മോഡേൺ ആണ്, അതിന് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആധുനികമായിട്ടുള്ള സാധനങ്ങൾ കൊടുന്നെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവം അതതിൻ്റെ സത്യമാണ്. നമ്മൾ നാട്ടിൽ ആരെങ്കിലും ഒരു പുതിയൊരു സംവിധാനമായിട്ട് വരുന്ന സമയത്ത്, അത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, വരുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവാം. ആ എതിർപ്പുകളെ റിക്കവർ ചെയ്ത് അത് സക്സസ് ആയിട്ട് കാണിക്കാൻ ഒരുപക്ഷെ കൊടുന്ന ആളുകൾക്ക് ഒരിക്കലും കഴിയാറില്ല. പിന്നീട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് വേറെ ആരെങ്കിലും ഏറ്റെടുത്തിട്ടാണ് പിന്നെ അത് സക്സസ് ആയിട്ട് കാണിക്കുന്നത്. അത് നാട്ടിലുള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞത് എല്ലാ നാട്ടിലുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട യാതൊരു കാര്യമല്ല. പിന്നെ ഇതിനൊക്കെ ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ ഒഴിവാക്കി. എന്നിട്ട് നിങ്ങൾ നേരെ പോയത് ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കുറച്ച് ബുദ്ധിമന്ദം ഉള്ള കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എൻ്റെ ജ്യേഷ്ഠൻ ഒരു വികലാംഗനായിരുന്നു. വികലാംഗനായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കുഞ്ഞിപ്പും ഒരു വികലാംഗനായിരുന്നു. അപ്പോൾ അവനും ഞാൻ ഈ സഹായങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരു മാനസിക രോഗി ഉണ്ടെങ്കിൽ ആ വീട് സ്വസ്ഥതയല്ല. ഒരു വീട്ടിൽ മാനസിക രോഗി ഉണ്ടെന്ന് പറയാൻ സ്വന്തം മാതാപിതാക്കൾ പോലും എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് അതാ ഞാനൊരു കല്യാണാലോചനയുമായിട്ട് ഒരാളെ വീട്ടിൽ പോയി. ആ വീട്ടിൽ എല്ലാവരുടെ എണ്ണവും പറഞ്ഞു. 4 മക്കളാണ്, 3 പെൺമക്കളെ കല്യാണം കഴിച്ചു, ഒരു മകനുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ മകനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ മൂപ്പര് പ്ലേറ്റുകൾ മാറ്റുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ സ്വന്തം മക്കൾ ഉണ്ട് എന്നും കൂടി പറയാൻ അവർക്ക് മടി കാണിച്ചാൽ ഈ കുട്ടികൾക്ക് വരുന്ന കല്യാണങ്ങളൊക്കെ മുടങ്ങാണ്. കാരണം അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലണ്ട എന്നാണ് ഒരു വിഭാഗത്തിന്റെ ചിന്താഗതി. അത് അവരെ അബദ്ധ ചിന്തകഥയാണ്. അപ്പൊ അവര് അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരെ സംരക്ഷിക്കാൻ ആ വീടുകൾക്കൊരു ഇതാണ്. ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനം 2021 ഈ കൊറോണ കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു ചിന്ത പോയത്. കാരണം അവർക്ക് വീടുകൾ അറ്റപ്പെട്ടുകൊണ്ട് അവർക്ക് കുറെ അസുഖങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവരെ ശുശ്രൂഷിക്കാനോ അവരെ നോക്കാനോ ആരുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വഴി എടുത്തതാണ്. 81 ഞാനിതിന് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ ഇടത്തനാട്ട് ചട്ടക്കുളത്ത് ഞാനിങ്ങനെ 2005 ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. 2005 ആ ട്രസ്റ്റിന്റെ കീഴിൽ ഇപ്പോൾ 21 ഈ സ്ഥാപനം തുടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഞാൻ വിജയിക്കുമെന്ന് വിചാരില്ല. പക്ഷെ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ നല്ലപോലെ ഉണ്ട്, അറിഞ്ഞും അറിയാതെയും. ഇപ്പം അവിടെ ഇരിക്കുമ്പോഴും കൂടെ ഫോണാണ് വന്നത്. ആൾക്കാർ നല്ലോണം സഹായ സഹകരണം കൊണ്ടാണ് സ്ഥാപനം കൊണ്ടുപോകുന്നത്. 83 പേരുണ്ട് ഇപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ട്. ഈ 83 പേരിൽ ഇപ്പോൾ 30 പേര് ഡെയിലി വന്നും പോയിരിക്കുന്നവരാണ്. ബാക്കി കിടക്ക് വരുന്നവരുണ്ട്, കിടപ്പിലായവരുണ്ട്. കിടപ്പിലായവർ വീട്ടിൽ പോയി നോക്കണം, ആ വേദന അറിയണമെങ്കിൽ. അവരൊക്കെ രംഗത്തുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് സവിശേഷ കാർണിവൽ നടത്തി കേരള ഗവൺമെന്റ് അതിൽ ഞങ്ങൾ പങ്കെടുത്തു. കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത മാനസിക രോഗികളെ കൊണ്ടുപോയിട്ടാണ്, മെന്റലി ചലഞ്ചഡാണ് കൊണ്ടുപോയിക്കണത്. കാരണം അവിടെ ഒപ്പന നടത്തി മിനിസ്റ്ററും അവിടുത്തെ എല്ലാവർക്കാരും പത്രങ്ങളിലൊക്കെ പേരും പ്രസക്തി എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് കാലത്ത് ഇവിടെ എത്തിയത്. ഇത് ശരിക്ക് അത് സ്വന്തം വീട്ടിൽ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിക്ക് മനസ്സിലേക്ക് കയറുള്ളൂ. എന്നാലും നമ്മുടെ നാട് എനിക്ക് തോന്നുന്നത് നല്ല എല്ലാവരോടും നല്ല സഹകരണ മനോഭാവമുള്ള നാടാണ്. അപ്പോൾ എന്തായാലും കേൾക്കുന്നവർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ ശ്രമിക്കണം. ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ചേർത്ത് പിടിക്കുക.
അതേപോലെ തന്നെ ഇത് എത്ര നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട് കുട്ടികളെ? കോട്ടോപ്പാടം പഞ്ചായത്ത്, അലനല്ലൂർ പഞ്ചായത്ത്, വട്ടത്തൂർ പഞ്ചായത്ത്, ഏപ്പിക്കാട് പഞ്ചായത്ത്, തുവ്വൂർ പഞ്ചായത്ത് ഉള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഉള്ള കുട്ടികളുടെ ഉണ്ട്. ഇപ്പം നിലവിൽ ഈ സ്ഥാപനത്തിന് ഗവൺമെൻറ് അംഗീകാരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നമുക്ക് കിട്ടി, കേരള ഗവൺമെൻറ് അംഗീകാരം നമുക്ക് കിട്ടി. അതായത് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ നമുക്ക് അംഗീകാരം കിട്ടി. 100 പേരെ ചേർക്കാനുള്ള അംഗീകാരം കിട്ടി. അതുപോലെ തന്നെ ഈ ഫിസിക്കലി രജിസ്ട്രേഷൻ ഉണ്ട്, അതിൻ്റെ അംഗീകാരം കിട്ടി. അതിന് പകൽ വീട് പറഞ്ഞിട്ട് ഒരു ഐറ്റം, അതുപോലെ ട്രെയിനിങ് സെൻറ്റർ പറഞ്ഞിട്ട് വേറൊരു ട്രെയിനിങ് സെൻറ്റർ പറഞ്ഞ് 25 പേർക്ക് അംഗീകാരം കിട്ടി. ഇനി ബാക്കി പകൽ വീടാണ്. അപ്പം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ഈ സർക്കാർ, ഏത് സർക്കാരും, എല്ലാ സർക്കാരും ഈ കാര്യത്തിൽ അവരെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട്. എനിക്ക് പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ചോദ്യമല്ല, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ചോദ്യമാണ്. കാരണം ഏനോക്ക ഈ രാഷ്ട്രീയ ജീവിതത്തിൽ പല പാർട്ടികളിലേക്ക് ചാടി ചാടി പോയിട്ടുണ്ട്. പല ആളുകളും ഉദാഹരണമായി പറയുന്നത് ഏനോക്കാൻ്റെ പേരാണ് ഈ ചാട്ടവുമായി ബന്ധപ്പെട്ട്. അതിനൊരു കാരണമുണ്ടാവും. ഇന്ന് നമുക്ക് ആ കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിക്കാം. എന്താണ് ആ കാരണം? പിന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജന്മനാളുള്ള സ്വഭാവമാണ്. അതായത് ഒഴുക്കിനെതിരെ നീങ്ങാന്നുള്ളത്. അതായത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറുഭാഗം ചിന്തിക്കും ഞാൻ. അങ്ങനെയാൽ ഉദാഹരണത്തിന് ഇവിടെ കോട്ടപ്പള്ളിയിൽ ഒരാൾ മരണപ്പെട്ടു, നിങ്ങൾ അറിയും, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ പോയ കാര്യം ഞാൻ 2000 വരെ ഞാൻ 78 ഞാൻ 76 ക്യാഷ് ഉണ്ടാക്കി. 81 അഖിലേന്ത്യാ ലീഗിലേക്ക് പോകാനുള്ള കാരണം ഞാൻ പാർട്ടിയുമായിട്ടുള്ള ചില സന്ദർഭം, ഞാൻ ഒരു പറഞ്ഞത് ഞാൻ അനുസരിക്കൂല. എന്നാൽ അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മൾ അനുസരിക്കും എന്നുള്ളതാണ്. അത് മണ്ണാർക്കാടുമായിട്ട് കേസുവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാനെന്ത് പറ്റി അപ്പോൾ അവരോട് ബന്ധപ്പെട്ടില്ല. ഉടൻ തന്നെ ഞാൻ അന്ന് ഇപ്പോൾ ഈ എത്തിങ്ങാന ബന്ധപ്പെട്ടുകൊണ്ട് PM അബൂബക്കറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അഖിലേന്ത്യാ MSFൻ്റെ ജില്ലാ ഭാരവാഹിയൊക്കെ അറിയാമല്ലേ, സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയത് അങ്ങനെയാണ് ഞാൻ KSU നേരെ അഖിലേന്ത്യാ ലീഗിലേക്ക് പോയത്. അഖിലേന്ത്യാ ലീഗുമായി ലയിച്ചു. ലീഗ് രണ്ടും കൂടി 86 ലയിച്ചു. മനസ്സിലല്ലേ? 86 ലയിച്ചതിന് ശേഷം പിന്നെ ലീഗായിട്ട് തുടരാണ്. ലീഗായി തുടരുമ്പോൾ തന്നെ ഞങ്ങളിവിടെ ഒരു യൂത്ത് ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് സമ്മേളനം വട്ടമണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. അന്നത്തെ MLA, അന്ന് നേതാക്കൾ ഇസ്ഹാഖ് ഉരുക്കൾ, പിന്നെ ലീഗിൻ്റെ അഖിലേന്ത്യാ ലീഗിൽ വന്ന അബ്ദുറഹ്മാൻ രണ്ടത്താനി, അതുപോലെ തന്നെ KP മജീദ്, ബഷീർ ബലൊക്കെ ആയിരുന്നു. ഇതിന് സംഭവമുണ്ട്. ഈ സമ്മേളനം നടക്കുമ്പോൾ ക്ഷണിക്കാൻ പോയത് ഞാനും അംസപ്പിയാണ്. ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഒരു നേതാവ് വന്നത്, അത് അബ്ദുറഹ്മാൻ രണ്ടത്താനി, ഞാൻ ക്ഷണിച്ച നേതാവ് മാത്രം, അബ്ദുറഹ്മാൻ രണ്ടത്താനി മാത്രം വന്നത്. അന്ന് ഞങ്ങൾക്ക് ഇസ്ഹാഖൂരുക്കൾ വരുന്നിട്ട് നല്ലൊരു സദ്യ ഒരുക്കുന്നു സൈദോലജി, അവർ ബന്ധുക്കളാണ് ഇസ്ഹാഖൂരുക്കളും മറ്റേ. ആ ഭക്ഷണം കഴിക്കാൻ ആളില്ലാത്തൊരു അവസ്ഥ എത്തി. അതുകൊണ്ടാണ് ആ ലീഗിൽ നിന്ന് ഞാനൊന്ന് പിറകോട്ട് ചിന്തിച്ച് CH കൾച്ചർ സെൻ്ററുമായി ബന്ധപ്പെടാൻ മതി. അന്ന് ലീഗിലുള്ള ഒരു വിഘടിത ഗ്രൂപ്പാണ് ജാഫർ അത്തോളിയുമായിട്ടുള്ള, അതാണ് കൾച്ചർ. അങ്ങനെ കൾച്ചറിനുമായി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ 2 ഘട്ടമായി പിരിയേണ്ടി വന്നത്. ലീഗ് 1 INL 1 മാറേണ്ടി വന്നു. അങ്ങനെയാണ് INL-ലേക്ക് പോയി. INL-ലേക്ക് പോയപ്പോൾ അവിടെ പോയി അങ്ങനെ സേട്ടു സാഹിബ് ഇവിടെ MT പത്മ പാലക്കാട് മത്സരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു UDF-ന് സപ്പോർട്ട് ചെയ്യണം നിയോജകമണ്ഡലത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല.
ഞാൻ സൈഡ് സാഹിബ് മനസ്സിലായി. ഞാൻ അതോ അന്നോടുകൂടി ഞാൻ INL വിട്ടു. ഞാൻ വിട്ടുനിന്ന് നടന്നതിലും കൂടിയിട്ടാണ് അന്ന് ശരത് പവാർ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഇടപെടലിൽ ശരത് പവാർ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനും ഷൺമുഖദാസും മന്ത്രി ഷൺമുഖദാസും പഴയ ബന്ധങ്ങളുണ്ട്. അങ്ങനെ മൂപ്പര് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ഇപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രസിഡന്റാകുമ്പോൾ ഈ ഷൺമുഖദാസ് നല്ല രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, രാഷ്ട്രീയ നിരീക്ഷകനുമാണ്, സത്യസന്ധനുമാണ്, മരിക്കുന്ന വരെ ഒരു കളങ്കത്തെ രാജ്യത്തിൻ്റെല്ല. അപ്പൊ ആ ഷൺമുഖദാസിന്റെ ബന്ധമായിരുന്നു. അങ്ങനെ മൂപ്പര് ഇടപെട്ട് അതിൻ്റെ കൂടെ ഞാൻ NCP ആണ് ഉത്ഭവിച്ച ആ LCPയിലേക്ക് പോയി. NCPയിലേക്ക് പോയി ഞാൻ NCP ആയി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കരുണാകരനും മുരളിയും കൂടി NCPയിൽ ലയിച്ചപ്പോൾ ഞാൻ NCPന്റെ ജില്ലാ സെക്രട്ടറിയായി. മുരളിയുമായിട്ടുള്ള ബന്ധമായി. മുരളി പ്രസിഡന്റായി. ഞാൻ വയനാട്ടിലും മറ്റേ ഇലക്ഷനിൽ ചാർജൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടു പോയി. അങ്ങനെ മുരളിനായി ബന്ധമായി. പിന്നെ മുരളി കോൺഗ്രസ് പോയപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് ചവിട്ടി നിന്നു. കാരണം മുരളിന്റെ കൂടെ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനെ സാധിക്കൂ എന്നുള്ള ഒരു സ്വയം മനസ്സോടുകൂടി വന്നതാണ് കോൺഗ്രസിലേക്ക്. ഇപ്പൊ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും മൈനോറിറ്റി ജില്ലാ സെക്രട്ടറിയാണ്. രാഷ്ട്രീയത്തിൽ വല്ലാത്ത താല്പര്യം. എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ തുടങ്ങിയ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോവുക, അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രം. KT യോടത്ത് സ്വറ പറയാമെന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ഏനാക്ക വളരെ രസകരമായി തന്നെ കുറഞ്ഞ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഏനാക്കാണ് പേഴ്സണൽ അറിയുന്ന സമപ്രായക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അവർക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറേ ട്രാജഡി പിടിച്ച സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് എന്നെ കൊണ്ട് ചോദിപ്പിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. സമയദൈർഘ്യം അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ ഏനാക്ക ഇപ്പോൾ നിലവിൽ ഈ ഒരു കുട്ടികൾക്ക്, അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിലേക്ക് കഴിയുന്ന രൂപത്തിൽ സഹകരിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങനത്തെ ഓരോ സംവിധാനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. മനസ്സിൽ കണ്ട ആഗ്രഹം അത് മറ്റുള്ളവരിലേക്ക് വെളിച്ചമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.